അപ്പൊ ശരിക്കും ഈ ഒരു സിനിമയിലോട്ട് എത്തണം എന്നൊരു പാഷൻ കൊണ്ട് തന്നെയായിരുന്നു? ഒരിക്കലല്ല. സിനിമ എത്തുന്നുള്ള ആ ചിന്ത എനിക്ക് ആദ്യമേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 1.5-2 വർഷത്തോളമായിട്ട് എനിക്ക് മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ട്. നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്ത കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു എനിക്ക് ചെയ്യാൻ സാധിക്കും, കോൺഫിഡൻസ് ഉണ്ട്. അതിന്റെ ഭാഗമായി ഞാൻ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നെ എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെ എന്റെ തീരുമാനം. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഈ റീൽസ് കണ്ടിട്ട് തന്നെയായിരുന്നു ഫസ്റ്റ് സിനിമയിലോട്ട് അവസരം വന്നത്? അതായത് എൻ്റെ റീൽസ് കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് അഭിനയിച്ച സിനിമ ഒമർ ലുലുവിൻ്റെ നല്ല സമയം എന്ന മൂവിയാണ് ഫസ്റ്റ് അഭിനയിച്ചത്. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പം പുള്ളിക്കാരൻ ഗൾഫിൽ ഒരു പരിപാടിക്ക് പോയ സമയത്ത് പുള്ളിൻ്റെ അവിടുത്തെ ആർജെ, അവിടുത്തെ റേഡിയോ ജോക്കി ചോദിച്ചു, ഒമർ ലുലു താങ്കൾ കുറേ സിനിമകൾ എടുത്ത ഒരാളാണ്, താങ്കളുടെ ഹാപ്പി വെഡ്ഡിങ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി, താങ്കൾക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല ബന്ധമുള്ള ഡയറക്ടറാണ് താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികളാണ് സോഷ്യൽ മീഡിയ ചോദിച്ചു. പുള്ളി സഡൻലി പറഞ്ഞു ദാസേട്ടൻ കോഴിക്കോടിനും പാലാ സജ്ജിനെയാണ് എനിക്കിഷ്ടം. പാലാ സജ്ജി അതായത് മലബാർ മേഖലകളിൽ ഞാൻ സജീവമായിരിക്കുന്ന സമയം 2020 ആ തെക്ക് ഭാഗത്തേക്ക് പാലാ സജ്ജി സജീവമായിരിക്കുന്നത്. പുള്ളി ഇപ്പൊ അത്ര കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ഇല്ല. ഈ 2 വ്യക്തികളെ പുള്ളിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി പുള്ളിക്ക് മെസ്സേജ് ചെയ്തു, ഹായ് ദാസേട്ടൻ, എൻ്റെ അടുത്ത സിനിമ തുടങ്ങിയിട്ട് നിങ്ങളെയും പാലാ സജ്ജിന് അതിലുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് തുടക്കം സിനിമകളിൽ. 2021 അങ്ങനെ പുള്ളീൻ്റെ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. എൻ്റെ ഫസ്റ്റ് സിനിമ നല്ല സമയം. ഒരു നിർഭാഗ്യവശാൽ ആ സിനിമ തിയേറ്ററിലാകെ 3 ഡേയ്സേ കളിച്ചിട്ടുള്ളൂ. ബിക്കോസ് ഒരു എക്സൈസ് വകുപ്പിന്റെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് സിനിമ തിയേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്തു. OTT സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ സിനിമയാണ് എൻ്റെ ഫസ്റ്റ് സിനിമ. നല്ല രീതിയിൽ അഭിനയിക്കാൻ സാധിച്ചു.